ഒരു കല്യാണപ്രായമായൊരു പയ്യൻ തൻ്റെ കുടുംബത്തിൻ്റെ കൂടെ ഒരു പെണ്ണ് കാണാനായിട്ട് പോവുകയാണ്. അങ്ങനെ ആ വീട്ടിലേക്ക് എത്തി, പയ്യനിരിക്കുന്നു, ഫാമിലി ഇരിക്കുന്നു. അങ്ങനെ എല്ലാവരും ഇരുന്നതിന് ശേഷം ഒരു പെണ്ണ് ഒരു ചായയുമായിട്ട് ചെക്കൻ്റെ അടുത്തേക്ക് വരുന്നു. അങ്ങനെ ചെക്കൻ ആ പെണ്ണിനെ കാണുന്നു. ചെക്കന് പെണ്ണിന് ഭയങ്കര ഇഷ്ടമായി, പെണ്ണിന് ചെക്കനെ ഭയങ്കര ഇഷ്ടമായി, ഫാമിലിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഇഷ്ടമായി, എല്ലാം താല്പര്യം. അങ്ങനെ കല്യാണം കഴിക്കാം അതിനോടുള്ള തീരുമാനത്തിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ ഈ ഒരു പെൺകുട്ടി പറയുകയാണ്, ഞാൻ ഗർഭിണിയാണ്, ഞാൻ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് എന്നിലൂടെയാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എത്ര പേര് അത് വിശ്വസിക്കും? നമ്മളപ്പോൾ തന്നെ കിട്ടുന്ന വണ്ടി എടുത്ത് വീട്ടിലേക്ക് പോന്നിട്ടുണ്ടാവും. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും അന്നത്തെ കാലഘട്ടത്തിലാണെങ്കിലും പരിശുദ്ധ അമ്മ അനുഭവിച്ച വേദനകൾ മനസ്സിലാക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് എടുത്തു വെച്ച് ധ്യാനിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമുക്കെല്ലാവർക്കും ഭയങ്കര ആഗ്രഹമാണ്, എനിക്കും പരിശുദ്ധ അമ്മയെ പോലെ ആവണം, എനിക്കും പരിശുദ്ധ അമ്മയെ പോലെ വലിയ അനുഗ്രഹിക്കപ്പെട്ടവളാവണം. പക്ഷേ അതിനുവേണ്ടി പരിശുദ്ധ അമ്മ എടുത്ത വലിയ ത്യാഗമുണ്ട്, വലിയ സഹനമുണ്ട്. ദൈവഹിതത്തിനു വേണ്ടി, ദൈവേഷ്ടത്തിനു വേണ്ടി തൻ്റെ ജീവനും ജീവിതവും മാറ്റിവെച്ചവളാണ് പരിശുദ്ധ അമ്മ. നാട്ടുകാരും കൂട്ടുകാരും എല്ലാവരും കളിയാക്കും, പരിഹസിക്കും, തന്നെ ഒറ്റപ്പെടുത്തും, അവഗണിക്കും എന്നെല്ലാം അറിഞ്ഞിട്ടും ദൈവഹിതത്തിനു വേണ്ടി സ്വയം വിട്ടുകൊടുത്തവളാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ദൈവഹിതം നിറവേറപ്പെടാനായിട്ട് നമുക്ക് സാധിക്കണം. അത് എത്ര കളിയാക്കലുകളും എത്ര പരിഹാസം എന്തെല്ലാം സംഭവിച്ചാലും ദൈവഹിതത്തിന് നീ നിന്നെ തന്നെ വിട്ടുകൊടുക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയെ പോലെ നിന്റെ ജീവിതവും അനുഗ്രഹിക്കപ്പെടും.